നിങ്ങൾക്കറിയാമോ, ചില രഹസ്യങ്ങൾ കാലം എത്ര കഴിഞ്ഞാലും മണ്ണിനടിയിൽ മറഞ്ഞിരിക്കും. പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഒളിപ്പിച്ചുവെച്ച അത്തരമൊരു നിധി തേടിയുള്ള ഒരു സാഹസിക യാത്രയുടെ കഥയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത്. 2012 നഗരത്തിന്റെ ആരവങ്ങളിൽ നിന്ന് ഏറെ അകലെ ശാന്തസുന്ദരമായ ഒരിടത്ത് ഒരു കൊട്ടാരസദൃശമായ വീട് തലയുയർത്തി നിന്നു. എത്രയോ വർഷങ്ങളുടെ പഴക്കം പേറിയിരുന്നെങ്കിലും ആഡംബരവും പ്രശാന്തതയും ആ പുരയിടത്തിൽ എന്നും നിറഞ്ഞുനിന്നു. ആ മനോഹരമായ വീട്ടിലേക്ക് തന്റെ പ്രിയപ്പെട്ട അച്ഛനെ സന്ദർശിക്കാനായി റോഷൻ എത്തിച്ചേർന്നു. കൂടെ ഭാര്യ ജോസ്മിയും അവരുടെ കളിചിരി നിറഞ്ഞ ഓമനകളായ 2 പെൺമക്കളുമുണ്ടായിരുന്നു. വാതിൽ തുറന്നപ്പോൾ തന്നെ കണ്ട കാഴ്ച, അച്ഛൻ ജോസഫിന്റെ മുഖത്ത് വാത്സല്യം നിറഞ്ഞൊരു സന്തോഷത്തിൽ തെളിഞ്ഞു. പേരക്കുട്ടികളെ കണ്ടതും അദ്ദേഹത്തിന്റെ കണ്ണുകൾ സ്നേഹത്താൽ തിളങ്ങി. "വരൂ മക്കളെ, അകത്തേക്ക് വരൂ." വാത്സല്യത്തോടെ, അതിലേറെ ആഹ്ലാദത്തോടെ അദ്ദേഹം അവരെ വീടിന്റെ അകത്തളത്തിലേക്ക് ക്ഷണിച്ചു. എല്ലാവരും അകത്തേക്ക് കടന്നു. യാത്രയുടെ ക്ഷീണമുണ്ടായിരുന്നെങ്കിലും റോഷനും ജോസ്മിയും ജോസഫുമായി സംസാരത്തിന്റെ മധുരം പങ്കിട്ടു. ചിരിയുടെയും തമാശകളുടെയും കിലുക്കം ആ വലിയ വീടിന്റെ ഭിത്തികളിൽ തട്ടി പ്രതിധ്വനിച്ചു, വീടിനെ കൂടുതൽ ജീവസുറ്റതാക്കി. വിഭവസമൃദ്ധമായ അത്താഴം കഴിച്ചതിനുശേഷം എല്ലാവരും വിശ്രമിക്കാൻ തീരുമാനിച്ചു. യാത്രാക്ഷീണം കാരണം പതിവിലും വേഗത്തിൽ ഉറക്കം അവരെ മാടി വിളിച്ചിരുന്നു. എന്നാൽ ഊർജ്ജസ്വലരായ ആ കുരുന്നുകൾക്ക് മാത്രം ഉറക്കം വരാൻ കൂട്ടാക്കിയില്ല. കൊച്ചുമക്കളിൽ ഒരാൾ അമ്മയുടെ അടുത്തേക്ക് നീങ്ങിനിന്ന് ചുണ്ടു കൂർപ്പിച്ച് കൊഞ്ചലോടെ ചോദിച്ചു, "അമ്മേ, ഒരു കഥ പറഞ്ഞുതരാമോ?" ജോസ്മി വാത്സല്യത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "മോൾ അച്ഛനോട് ചോദിക്കൂ, ഏറ്റവും നല്ല കഥകൾ അച്ഛനാണ് പറയുക." കുട്ടികൾ ആവേശത്തോടെ റോഷന്റെ അടുത്തേക്ക് ഓടിപ്പോയി. "അച്ഛാ, ഞങ്ങൾക്ക് കഥ പറഞ്ഞുതരാമോ?" അവർ ഒരേ സ്വരത്തിൽ സ്നേഹം കലർന്ന നിർബന്ധത്തോടെ ചോദിച്ചു. റോഷൻ അവരുടെ കുഞ്ഞിക്കവിളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, "നാളെ പറയാം മക്കളെ, ഇപ്പോൾ ഉറങ്ങാൻ സമയമായില്ലേ?" "ഇല്ലില്ല, ഇപ്പോൾ തന്നെ വേണം." അവർ വാശി പിടിച്ചപ്പോൾ ആ നിഷ്കളങ്കമായ നിർബന്ധത്തിനു മുന്നിൽ റോഷൻ സന്തോഷത്തോടെ തോൽവി സമ്മതിച്ചു. "ശരി, പറയാം." അദ്ദേഹം പുഞ്ചിരിച്ചു. "എന്ത് കഥയാച്ചാ പറയുന്നത്?" കുട്ടികൾ കണ്ണുകളിൽ ആകാംക്ഷ നിറച്ചു ചോദിച്ചു. റോഷൻ ഒരു നിമിഷം ഓർത്തു. അദ്ദേഹത്തിന്റെ മുഖത്ത് അമ്മയെ ഓർത്തൊരു നേർത്ത പുഞ്ചിരി വിരിഞ്ഞു. എന്നിട്ട് തന്റെ മക്കളെ നോക്കി സ്നേഹത്തോടെ കഥ പറയാൻ തുടങ്ങി. "എനിക്കെന്റെ അമ്മ പണ്ട് പറഞ്ഞുതരാറുണ്ടായിരുന്ന ഒരു കഥയുണ്ട്. ആർക്കും കണ്ടെത്താൻ കഴിയാത്ത ഒരു നിധിയുടെ കഥ, ഒരു നിഗൂഢ നിധിയുടെ കഥ." റോഷൻ തന്റെ കുട്ടികളുടെ കണ്ണുകളിലെ ആകാംക്ഷ കണ്ട് പുഞ്ചിരിച്ചു. അദ്ദേഹം മെല്ലെ തന്റെ കഥ തുടർന്നു. "നമ്മുടെ കഥ നടക്കുന്നത് ഏകദേശം 11ാം നൂറ്റാണ്ടിന്റെ പ്രൗഢി നിറഞ്ഞ കാലത്താണ്. വെൽമോറ എന്ന അതിവിശാലമായൊരു രാജ്യമുണ്ടായിരുന്നു. അവിടെ അലാറിക് ഡസ്ക്വെയ്ൻ എന്ന ശക്തിയും അധികാരവും ഒരുപോലെ ഒത്തിണങ്ങിയ രാജാവാണ് ഭരണം നടത്തിയിരുന്നത്. ഒരു നല്ല ദിവസം അലാറിക് രാജാവ് തന്റെ പ്രിയപ്പെട്ട രാജ്ഞിയായ ലിയോറ എലാറിനോടും ലിയോറ എലാറിൻ ഏതാനും വിശ്വസ്തരായ പടയാളികളോടുമൊപ്പം ദൂരെയൊരു രാജ്യത്തേക്ക് യാത്ര തിരിച്ചു. ആ രാജ്യം അറിയപ്പെട്ടിരുന്നത് ഡോൺവെയിൽ എന്നായിരുന്നു. പേര് സൂചിപ്പിക്കും പോലെ തന്നെ സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രഭാതം എപ്പോഴും വിരിഞ്ഞു നിൽക്കുന്ന ഒരിടം. രാജാവിനെയും സംഘത്തെയും ഡോൺവെയിലിലെ ജനങ്ങൾ അതിരുകളില്ലാത്ത സന്തോഷത്തോടെയും ഊഷ്മളമായ ആതിഥ്യമര്യാദയോടെയുമാണ് സ്വീകരിച്ചത്. കുറച്ചുനാൾ അവിടെ താമസിക്കാൻ അവർ അലാറിക് ഡസ്ക്വെയിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചു. ഡോൺവെയിലിന്റെ ഹൃദയഹാരിയായ സൗന്ദര്യത്തിലും അവിടുത്തെ ജനങ്ങളുടെ നിഷ്കളങ്കമായ സ്നേഹത്തിലും രാജാവ് മതിമറന്നു. എങ്ങും സന്തോഷത്തിന്റെ മന്ത്രധ്വനി മാത്രം നിറഞ്ഞ ഒരു രാജ്യമായിരുന്നു അത്. എന്നാൽ ആ നാടിന്റെ സൗന്ദര്യത്തിൽ ലയിച്ചു നിൽക്കുന്നതിനിടയിൽ രാജാവിന്റെ കണ്ണിൽ അപ്രതീക്ഷിതമായൊരു തിളക്കമുടക്കി. സൂര്യന്റെ വെളിച്ചത്തിൽ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രഭയോടെ മിന്നിത്തിളങ്ങുന്ന ഒരു സ്വർണ്ണഖനി. ആ തിളക്കം അലാറിക് ഡസ്ക്വെയിന്റെ മനസ്സിൽ പതിയെ അത്യാഗ്രഹത്തിന്റെ വിത്തുകൾ മുളപ്പിക്കാൻ തുടങ്ങി. സന്തോഷം നിറഞ്ഞ ആ നിമിഷങ്ങളിൽ പോലും രാജാവിന്റെ ദൃഷ്ടികൾ ആ സ്വർണ്ണഖനിയുടെ പ്രകാശത്തിൽ തന്നെ ഉടക്കിനിന്നു. ഹൃദയം സ്നേഹത്തിനു പകരം സ്വർണത്തെക്കുറിച്ചുള്ള ചിന്തകളാൽ അസ്വസ്ഥമായി. ദിവസങ്ങൾ നീണ്ട താമസം കഴിഞ്ഞ് ഡോൺവെയിലിലെ ജനങ്ങൾ നന്ദിയോടെയും സ്നേഹത്തോടെയും യാത്രയാക്കിയപ്പോൾ അലാറിക് ഡസ്ക്വെയിൻ തന്റെ രാജ്യത്തേക്ക് മടങ്ങി. പക്ഷേ യാത്രയിലുടനീളം അദ്ദേഹത്തിന്റെ മനസ്സിൽ ആ സ്വർണ്ണഖനിയുടെ മായാത്ത തിളക്കം മാത്രമായിരുന്നു. ദിവസങ്ങൾ മാസങ്ങളായി കടന്നുപോയി. അലാറിക് ഡസ്ക്വെയിന്റെ മനസ്സ് മുഴുവൻ ആ നിഗൂഢമായ സ്വർണത്തെക്കുറിച്ചുള്ള ചിന്തകളാൽ തിളച്ചു. അവസാനം അദ്ദേഹം തന്റെ രാജ്ഞിയായ ലിയോറ എലാറിനോട് ഈ അമൂല്യമായ നിധിയെക്കുറിച്ച് പങ്കുവച്ചു. ലിയോറ എലാറിൻ അധികാരക്കൊതി നിറഞ്ഞ ചിരിയോടെ രാജാവിനോട് പറഞ്ഞു, "പ്രഭോ, അതൊരു ചെറിയ രാജ്യം മാത്രമാണ്. നമ്മുടെ സൈന്യവും രാജ്യത്തിന്റെ വലിപ്പവും അതിന്റെ 10 ഇരട്ടിയാണ്. പിന്നെ എന്തിനാണ് നമ്മൾ അധികം ചിന്തിക്കുന്നത്? ഒരു യുദ്ധത്തിന്റെ ആവശ്യമില്ലാതെ നമുക്കത് സ്വന്തമാക്കാം. ആ രാജ്യം നമ്മുടെ അധീനതയിലാക്കണം. ആ സ്വർണ്ണഖനി നമുക്ക് സ്വന്തമാക്കണം." ലിയോറ എലാറിന്റെ വാക്കുകൾ അലാറിക് ഡസ്ക്വെയിന്റെ മനസ്സിലെ അത്യാഗ്രഹത്തെ തീവ്രമായി ആളിക്കത്തിച്ചു. ഒരു നിമിഷം പോലും വൈകാതെ രാജാവ് തന്റെ അതിശക്തമായ സൈന്യത്തെയും പടയാളികളെയും സജ്ജരാക്കി ഡോൺവെയിലിലേക്ക് തിരിച്ചുപോയി. ഇത്തവണ സൗഹൃദത്തിന്റെ പാലം പണിയാനല്ല, മറിച്ച് ചതിയുടെയും കീഴടക്കലിന്റെയും യുദ്ധക്കൊടി ഉയർത്താനായി. ഒരു യുദ്ധപ്രഖ്യാപനത്തിന്റെയോ മുന്നറിയിപ്പിന്റെയോ മര്യാദകളില്ലാതെ അലാറിക് ഡസ്ക്വെയിൻ രാജാവ് 14 കൂറ്റൻ കപ്പൽ പടകളുമായി ഡോൺവെയിലിന്റെ ശാന്തമായ തീരത്ത് ഒരു ഇടിമുഴക്കം പോലെ പ്രത്യക്ഷപ്പെട്ടു. സ്നേഹത്തിലും സമാധാനത്തിലും മാത്രം ജീവിതം നയിച്ചിരുന്ന ആ നിഷ്കളങ്കരായ രാജ്യത്തെ ഒരു തരിമ്പുദയ പോലും കൂടാതെ അവർ ആക്രമിച്ചു. അപ്രതീക്ഷിതമായ ഈ ചതിയുടെ കടന്നാക്രമണത്തിൽ എന്തു ചെയ്യണമെന്നറിയാതെ ഡോൺവെയിൽ ജനത ഭയന്ന് പകച്ചുനിന്നു.
ചെറുത്തു നിൽക്കാനുള്ള സൈനിക ശക്തിയോ പരിശീലനം ലഭിച്ച പടയാളികളോ ഇല്ലാത്ത സ്നേഹവും ആതിഥ്യമര്യാദയും മാത്രം കൈമുതലായുള്ള ആ സാധുക്കളായ ജനങ്ങൾക്ക് അലാറിക് ഡസ്ക്വെയിന്റെ ക്രൂരമായ സൈനിക വിഭവശേഷിക്കു മുന്നിൽ നിസ്സഹായരായി കീഴടങ്ങേണ്ടി വന്നു. വിജയിച്ച ആ നിമിഷം അലാറിക് ഡസ്ക്വെയിൻ ക്രൂരതയുടെ പരമകാഷ്ഠ കാണിച്ചു. ആ രാജ്യത്തെ രാജാവിനെയും അവിടുത്തെ പ്രധാന രാജാധികാരികളെയും നിഷ്കരുണം അദ്ദേഹം കൊലപ്പെടുത്തി. സമാധാനത്തിന്റെ പുൽമേടുകളിൽ രക്തപ്പുഴ ഒഴുകി. ജീവനറ്റ മൃതദേഹങ്ങൾ ഭീതിയുടെ ഒരു പുതിയ അധ്യായത്തിന് തുടക്കമിട്ടുകൊണ്ട് നാടെങ്ങും ചിതറിക്കിടന്നു. അങ്ങനെ സൗഹൃദത്തിന്റെ പ്രതീകമായി നിലനിന്നിരുന്ന ഡോൺവെയിൽ അലാറിക് ഡസ്ക്വെയിന്റെ ക്രൂരതയുടെ ഇരുണ്ട കൈകളിൽ അമർന്നു. ആ പ്രദേശം അന്നുമുതൽ ഭീതിയുടെയും ദുരിതത്തിന്റെയും കറുത്ത തണലിൽ മരവിച്ചുപോയി. ഡോൺവെയിൽ നഗരം പൂർണ്ണമായും തന്റെ അധീനതയിലാക്കിയ ശേഷം അലാറിക് ഡസ്ക്വെയിൻ അവിടെ ക്രൂരതയുടെ ഒരു പുതിയ അധ്യായം തുറന്നു. സമാധാനത്തിൽ മാത്രം ജീവിച്ചിരുന്ന ആ രാജ്യത്തിലെ നിരാലംബരായ ജനങ്ങളെ മുഴുവൻ സ്ത്രീകളെന്നോ വൃദ്ധരെന്നോ കുട്ടികളെന്നോ വ്യത്യാസമില്ലാതെ അദ്ദേഹം നിർദ്ധയം അടിമകളാക്കി മാറ്റി. അവരുടെ അവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും ചങ്ങലക്കിട്ട് തന്റെ അനന്തമായ അത്യാഗ്രഹങ്ങൾക്കായി അവരെ ഉപകരണങ്ങളാക്കി ഉപയോഗിച്ചു. അലാറിക് ഡസ്ക്വെയിന്റെ പ്രധാന ലക്ഷ്യം ആ മാന്ത്രിക തിളക്കമുള്ള സ്വർണ്ണഖനിയിൽ നിന്ന് പരമാവധി സ്വർണം ശേഖരിക്കുക എന്നതായിരുന്നു. അതിനായി അടിമകളാക്കപ്പെട്ട ഡോൺവെയിലിലെ ജനങ്ങളെക്കൊണ്ട് അദ്ദേഹം രാപ്പകലില്ലാതെ വിശ്രമമില്ലാതെ പണിയെടുപ്പിച്ചു. ചുട്ടുപൊള്ളുന്ന വെയിലോ തണുത്തുറഞ്ഞ മഴയോ അവർക്കൊരു പ്രശ്നമായിരുന്നില്ല. ഭയത്തിന്റെ നിഴലിൽ ആ പാവം മനുഷ്യർക്ക് സ്വർണം കുഴിച്ചെടുക്കേണ്ടി വന്നു. അവരുടെ വിയർപ്പും കണ്ണീരും ആ സ്വർണ്ണഖനിയിലെ പാറകളിലൂടെ ഒരു പുതിയ ദുഃഖനദി പോലെ ഒഴുകി. ഓരോ ദിവസവും സ്വർണ്ണഖനിയിൽ നിന്ന് കണക്കില്ലാത്ത അളവിൽ സ്വർണം പുറത്തേക്കൊഴുകി അലാറിക് ഡസ്ക്വെയിന്റെ സമ്പത്തിന്റെ കലവറയിലേക്ക് അതിരുകളില്ലാത്ത ധനം ഒഴുകിയെത്തിക്കൊണ്ടിരുന്നു. ഏകദേശം 4 കൂറ്റൻ ആനകളുടെ വലിപ്പത്തോളം വരുന്ന സ്വർണ്ണശേഖരമാണ് ആ രാജ്യത്തുനിന്ന് അലാറിക് ഡസ്ക്വെയിൻ കൊള്ളയടിച്ചത്. രാജാവിന്റെ അത്യാഗ്രഹം ആകാശത്തോളം വളർന്നു. എന്നാൽ ആ സ്വർണത്തിന്റെ തിളക്കം ഡോൺവെയിൽ ജനതയുടെ കണ്ണീരിന്റെ ഉപ്പുരസം മറയ്ക്കുന്നില്ലായിരുന്നു. ഡോൺവെയിലിലെ സ്വർണം മുഴുവൻ വെൽമോറയിലേക്ക് കടത്താൻ അലാറിക് ഡസ്ക്വെയിൻ രാജാവിന് ഒരു ഭീമാകാരമായ കപ്പൽ ആവശ്യമായി വന്നു. ആ മല പോലെ കുമിഞ്ഞ സ്വർണ്ണക്കൂമ്പാരം മുഴുവൻ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള അതുല്യമായ ഒരു കൂറ്റൻ ചരക്കുകപ്പൽ നിർമ്മിക്കാൻ അദ്ദേഹം ഉടൻ തന്നെ ഉത്തരവിട്ടു. അത് മറ്റെല്ലാ കപ്പലുകളെക്കാളും വലുതും കരുത്തും ഭീമാകാരവുമായിരുന്നു. കപ്പലിന്റെ താഴത്തെ തട്ടിൽ ലോഹത്തിന്റെ ബലമേറിയ വാതിലുകളുള്ള രഹസ്യ അറകൾ രൂപകൽപ്പന ചെയ്തു. നിധിയുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി മാത്രം നിർമ്മിച്ചവയായിരുന്നു ഓരോ അറയും. കപ്പലിന്റെ ഏറ്റവും അടിത്തട്ടിൽ ഇരുളാർന്നതും തണുപ്പുള്ളതുമായ നിലവറകൾ സ്വർണം സൂക്ഷിക്കാനായി പ്രത്യേകം സജ്ജമാക്കി. ദിവസങ്ങൾ നീണ്ട കഠിനാധ്വാനത്തിനും അടിമകളുടെ കണ്ണീരിനും ഒടുവിൽ കപ്പലിന്റെ പണി പൂർത്തിയായി. ഡോൺവെയിലിൽ നിന്ന് കൊള്ളയടിച്ച സ്വർണമെല്ലാം ആ വലിയ കപ്പലിലെ ഓരോ അറകളിലായി ക്രമാതീതമായി നിറച്ചു. മലപോലെ സ്വർണം കപ്പലിനുള്ളിലേക്ക് കയറ്റുന്ന അവിശ്വസനീയമായ ആ കാഴ്ച കണ്ടവരുടെയെല്ലാം കണ്ണുകൾ തള്ളിപ്പോയിരുന്നു. അടിമകളാക്കപ്പെട്ട ഡോൺവെയിലിലെ അസംഖ്യം ജനങ്ങളെ അവർ വന്ന 14 യുദ്ധക്കപ്പലുകളിലായി തിക്കിച്ചെറുക്കി കയറ്റി. ശ്വാസം മുട്ടിക്കുന്ന ആ തിരക്കിനുള്ളിൽ ആരും പരസ്പരം കണ്ടില്ല, സംസാരിച്ചില്ല. വാർദ്ധക്യം ബാധിച്ചവരെയും രോഗികളെയും ഇനി പണിയെടുക്കാൻ കഴിയാത്തവരെയും ആ മണ്ണിലുപേക്ഷിച്ച് മരണത്തിന് വിട്ടുകൊടുത്തുകൊണ്ടാണ് ആ കപ്പലുകൾ ക്രൂരമായി യാത്ര തിരിച്ചത്. ഏറ്റവും പുറകിലായി ധനം പേറുന്ന കൂറ്റൻ ചരക്കുകപ്പൽ ഗാംഭീര്യത്തോടെ നീങ്ങി. ആ കപ്പലിൽ രാജാവായ അലാറിക് ഡസ്ക്വെയിനും ഏതാനും വിശ്വസ്തരായ പടയാളികളും സ്വർണം സൂക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ട 4 ദുർഭാഗ്യവാന്മാരായ അടിമകളുമടക്കം ആകെ 15 പേർ മാത്രമാണുണ്ടായിരുന്നത്. വെൽമോറായെ ലക്ഷ്യമാക്കി ആ സ്വർണ്ണപേടകം പതുക്കെ അത്യാഗ്രഹത്തിന്റെ ഭാരം പേറി കടലിലൂടെ നീങ്ങിത്തുടങ്ങി. ഡോൺവെയിലിൽ നിന്ന് യാത്രയാരംഭിച്ച് ഏകദേശം 2 ദിവസങ്ങൾ പിന്നിട്ടിരുന്നു. 14 അടിമക്കപ്പലുകളും സ്വർണം കൊണ്ട് നിറഞ്ഞ ഭീമാകാരമായ രാജകീയ കപ്പലും ഉൾപ്പെടെ 15 കപ്പലുകളുടെ ഒരു നിര വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങി. അടിമക്കപ്പലുകളിലെ ദുരിതം അതിരുകളില്ലാത്തതായിരുന്നു. വിശപ്പും ദാഹവും അവരെ നിഴൽ പോലെ പിന്തുടർന്നു. ഓരോ നിമിഷവും മരണത്തെ മുന്നിൽ കണ്ടുള്ള ആ യാത്ര ആയിരക്കണക്കിന് മനുഷ്യരുടെ നെടുവീർപ്പുകൾ മാത്രം നിറഞ്ഞ ഭീകരമായി തുടർന്നു. അതേസമയം അലാറിക് ഡസ്ക്വെയിൻ രാജാവിന്റെ കപ്പൽ ആഡംബരത്തിന്റെയും കൗതുകത്തിന്റെയും കേന്ദ്രമായിരുന്നു. ഡോൺവെയിലിൽ നിന്ന് പിടിച്ചെടുത്ത അപൂർവവും പ്രത്യേകതകളുള്ളതുമായ ജീവികളെ പ്രത്യേക കൂടുകളിലായി കപ്പലിനുള്ളിലെ അറകളിൽ സുരക്ഷിതമായി സൂക്ഷിച്ചു. യാത്രയുടെ 3-ാം ദിവസം സന്ധ്യയോടെ ആകാശത്തിന്റെ ഭാവം മാറിമറിഞ്ഞു. കറുത്ത മേഘങ്ങൾ ആഞ്ഞെത്തി കടൽ പ്രക്ഷുബ്ധമായി ക്ഷോഭിച്ച സമുദ്രം ഒരു ഭീകരമായ കൊടുങ്കാറ്റായി രൂപാന്തരപ്പെട്ടു. പർവ്വതങ്ങളോളം ഉയർന്നുവന്ന തിരമാലകൾ കപ്പലുകളെ ആഞ്ഞലച്ചു. കൊടുങ്കാറ്റിന്റെ അസാമാന്യമായ ശക്തിയിൽ അടിമകളുള്ള 14 കപ്പലുകളും ഒന്നിനു പുറകെ ഒന്നായി നിയന്ത്രണം നഷ്ടപ്പെട്ട് കടലിന്റെ ആഴങ്ങളിലേക്ക് താണുപോയി. നിമിഷങ്ങൾക്കകം ആയിരക്കണക്കിന് അടിമകളും അവരെ കാത്തിരുന്ന അലാറിക് ഡസ്ക്വെയിനിന്റെ സൈനികരും ആർത്തിരമ്പുന്ന സമുദ്രത്തിൽ എന്നേക്കുമായി അപ്രത്യക്ഷരായി. എന്നാൽ ഏറ്റവും പുതിയതും ബലവത്തായ ഉരുക്കുചട്ടങ്ങളോടുകൂടിയതുമായ രാജകീയ കപ്പൽ മാത്രം ആ പ്രളയത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കൊടുങ്കാറ്റിന്റെയും തിരമാലകളുടെയും പ്രഹരങ്ങളെ അതെങ്ങനെയോ അതിജീവിച്ചു മുന്നോട്ട് നീങ്ങി. 14 കപ്പലുകളും തന്റെ പടയാളികളും ആയിരക്കണക്കിന് അടിമകളും എന്നേക്കുമായി നഷ്ടപ്പെട്ടുവെങ്കിലും രാജാവിന് ഒരു തരിമ്പ് പോലും വിഷമമുണ്ടായിരുന്നില്ല.
കാരണം സ്വർണം അതുമാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ഏക ചിന്ത. അങ്ങനെ 15 കപ്പലുകളുടെ ആ നാവികസേനയിൽ അലാറിക് ഡസ്ക്വെയിൻ രാജാവിന്റെ കപ്പൽ മാത്രം ലക്ഷ്യസ്ഥാനത്തേക്കുള്ള യാത്ര തുടർന്നു. ദിശ തെറ്റി അലയുന്ന ഒരു പ്രേതക്കപ്പൽ പോലെ അലാറിക് ഡസ്ക്വെയിൻ രാജാവിന്റെ പടുകൂറ്റൻ കപ്പൽ സമുദ്രത്തിലൂടെ ഒഴുകി നീങ്ങി. ദിവസങ്ങൾക്ക് മുമ്പ് ആഞ്ഞടിച്ച കൊടുങ്കാറ്റ് ശമിച്ചിരുന്നെങ്കിലും വെൽമോറ എന്ന ലക്ഷ്യസ്ഥാനം ഇനിയും അപ്രാപ്യമായിരുന്നു. എന്നാൽ അഹങ്കാരത്തിന്റെ ആൾരൂപമായ അലാറിക്കിന് അതൊരു പ്രശ്നമായിരുന്നില്ല. കപ്പലിന്റെ അറകളിൽ ആവശ്യത്തിലധികം ഭക്ഷണവും സമ്പത്തുമുണ്ടായിരുന്നു. പക്ഷേ കപ്പലിലെ ജീവശ്വാസങ്ങളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരുന്നു. 15 പേരുണ്ടായിരുന്ന സംഘം ഇപ്പോൾ 13ആയി ചുരുങ്ങിയിരിക്കുന്നു. ഡോൺവെയിലിലെ നിഗൂഢ വനങ്ങളിൽ നിന്നും പിടിച്ചുകൊണ്ടുവന്ന അപൂർവവും ക്രൂരവുമായ ആ മൃഗങ്ങൾക്ക് വിശപ്പടക്കാൻ രാജാവ് എറിഞ്ഞുകൊടുത്തത് 2 സാധുക്കളായ അടിമകളെയായിരുന്നു. രാജാവിന്റെ കണ്ണിൽ അവർ വെറും മാംസക്കഷണങ്ങൾ മാത്രമായിരുന്നു. തങ്ങളാണ് അടുത്ത ഇരകളെന്ന് തിരിച്ചറിഞ്ഞ അവശേഷിച്ച 2 അടിമകളുടെയും ഉള്ളിൽ ഭയത്തിന്റെ സ്ഥാനത്ത് പകയുടെ കനൽ നീറിപ്പുകയാൻ തുടങ്ങി. നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല, മരണം ഉറപ്പാണ്. എങ്കിൽ പിന്നെ ആ ക്രൂരനോട് പൊരുതി മരിച്ചുകൂടെ? അതൊരു തീരുമാനമായിരുന്നു. തങ്ങളുടെ ജനതയോടുള്ള രാജാവിന്റെ ക്രൂരതയ്ക്ക് ഒരവസാനമുണ്ടാകണം. കപ്പലിന്റെ ഇരുണ്ട അടിത്തട്ടിൽ ഉരുക്കുവാതിലുകൾക്ക് പിന്നിൽ ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട ആ ഭീകരജീവിയെക്കുറിച്ച് അവർക്ക് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. രാജാവിന്റെ സൈന്യത്തെക്കാൾ 10 മടങ്ങ് വിനാശകാരിയായ സാക്ഷാൽ ചെകുത്താന്റെ പ്രതിരൂപം. അതിനെ തുറന്നുവിടുകര. അതായിരുന്നു അവരുടെ ആത്മഹത്യാപരമായ പദ്ധതി. അർദ്ധരാത്രിയുടെ നിശബ്ദതയിൽ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അവർ ആ ഇരുണ്ട അറ ലക്ഷ്യമാക്കി നീങ്ങി. ഉള്ളിൽ നിന്നും കേൾക്കുന്ന ആ ഭീകരജീവിയുടെ ശ്വാസഗതി പോലും കപ്പലിനെ വിറപ്പിക്കുന്നതായിരുന്നു. കൂരിരുട്ടിൽ അടിമകളിൽ ഒരാൾ വിറയ്ക്കുന്ന കൈകളോടെ ചുറ്റികയും ഉളിയും ഉപയോഗിച്ച് വാതിലിന്റെ കൊളുത്തുകളിൽ പ്രഹരമേൽപ്പിച്ചു. ഓരോ അടിയും സ്വന്തം നെഞ്ചിലാണ് കൊള്ളുന്നതെന്ന് അവന് തോന്നി. ഉള്ളിലെ ചങ്ങലകൾ കുലുങ്ങുന്ന ഒച്ചയും ജീവിയുടെ അലർച്ചയും കൂടിക്കലർന്ന് അന്തരീക്ഷം ഭയാനകമായി. ഒടുവിൽ കാതടപ്പിക്കുന്ന ശബ്ദത്തോടെ ആ ലോഹക്കൊളുത്ത് തകർന്നു വീണു. നരകത്തിന്റെ വാതിൽ തുറന്നതുപോലെ ആ ഭീകരസത്വം ഒരു കറുത്ത കൊടുങ്കാറ്റായി പുറത്തേക്ക് പാഞ്ഞു. പിന്നീട് നടന്നത് ഒരു കൂട്ടക്കൊലയായിരുന്നു. കപ്പലിന്റെ തട്ടിലേക്ക് കുതിച്ചെത്തിയ ആ മൃഗം ഉറങ്ങിക്കിടന്ന പടയാളികൾക്ക് നേരെ പാഞ്ഞടുത്തു. വായുവിൽ രക്തത്തിന്റെ ഗന്ധം പടർന്നു. അതിന്റെ കൊടിയുടെ വലിപ്പമുള്ള ചിറകുകൾ വിരിച്ച് കൂർത്ത നഖങ്ങൾ കൊണ്ട് അത് പടയാളികളെ കോരിയെടുത്തു. തോക്കുകളും വാളുകളും ആ മൃഗത്തിന് മുന്നിൽ നിഷ്പ്രഭമായി. രാജാവായ അലാറിക് ഡസ്ക്വെയിൻ തന്റെ അഹങ്കാരം തകർന്നടിഞ്ഞ് ഭയത്താൽ വിറച്ചു നിൽക്കെ ആ മൃഗം അവന്റെ നേർക്ക് തിരിഞ്ഞു. സ്വർണത്തോടുള്ള ആർത്തിയും അധികാരമോഹവും ആ നിമിഷം അവനെ തുണച്ചില്ല. ഒരൊറ്റ നിമിഷം മൃഗത്തിന്റെ ബലിഷ്ഠമായ കൈകൾ രാജാവിന്റെ കഴുത്തിൽ മുറുകി. ഒരു നിലവിളിക്ക് പോലും അവസരം നൽകാതെ അവസാന ശ്വാസവും നിലയ്ക്കും വരെ അതവനെ ഞെരിച്ചമർത്തി. രാജാവിന്റെ ചേതനയറ്റ ശരീരം തറയിലിട്ട് അത് ശാന്തമായി നിന്നു. അത്ഭുതകരമെന്ന് പറയട്ടെ, തന്നെ മോചിപ്പിച്ച അടിമകളെ അതൊന്നു നോക്കുക പോലും ചെയ്തില്ല. രക്തം പുരണ്ട ആ കപ്പലിൽ നീതി നടപ്പിലായതുപോലെ ഒരു നിമിഷം ശാന്തത പരന്നു. എന്നാൽ വിധിക്ക് മറ്റ് ചില പദ്ധതികളുണ്ടായിരുന്നു. രക്തത്തിന്റെ മണം പിടിച്ചെന്ന പോലെ കടൽ വീണ്ടും പ്രക്ഷുബ്ധമായി. ചക്രവാളത്തിൽ കറുത്ത മേഘങ്ങൾ ഉരുണ്ടുകൂടി. അപ്രതീക്ഷിതമായുണ്ടായ രണ്ടാമത്തെ കൊടുങ്കാറ്റ് കപ്പലിനെ ഒരു കളിപ്പാട്ടം പോലെ എടുത്തെറിഞ്ഞു. നിയന്ത്രണം നഷ്ടപ്പെട്ട കപ്പൽ ദിശയറിയാതെ ഒഴുകി. ഒടുവിൽ വിജനമായ ഏതോ ദ്വീപിന്റെ തീരത്തേക്ക് ആഞ്ഞടിക്കപ്പെട്ടു. കൂറ്റൻ തിരമാലകൾ കപ്പലിനെ മണൽത്തിട്ടയിലേക്ക് വലിച്ചിഴച്ചു. ഇനി ഒരിക്കലും തിരിച്ചുപോകാൻ കഴിയാത്ത വിധം അത് മണലിൽ ആഴ്ന്നുപോയി. ഈ ദുരന്തങ്ങൾക്കിടയിൽ അവശേഷിച്ച 2 അടിമകളിൽ ഒരാൾ കൂടി മരണത്തിന് കീഴടങ്ങി. അങ്ങനെ ആ ശപിക്കപ്പെട്ട യാത്രയിൽ അവസാനം ബാക്കിയായത് ഒരേയൊരു അടിമ മാത്രം. തകർന്ന കപ്പലിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും ദ്വീപിലെ ഏകാന്തതയിലേക്ക് അയാൾ നടന്നുകയറി. ദിവസങ്ങളോളം വിശപ്പിനോടും ദാഹത്തോടും പൊരുതി അയാൾ അവിടെ കഴിഞ്ഞു. ഒടുവിൽ ദ്വീപിലെ മരത്തടികളും വള്ളികളും ഉപയോഗിച്ച് അയാൾ ഒരു വഞ്ചി നിർമ്മിച്ചു. അടിമച്ചങ്ങലകളിൽ നിന്നും ക്രൂരനായ രാജാവിൽ നിന്നും ഒടുവിൽ ആ വിജനമായ ദ്വീപിൽ നിന്നും അയാൾ സ്വാതന്ത്ര്യത്തിലേക്ക് തുഴഞ്ഞു നീങ്ങി. റോഷൻ ആവേശത്തോടെ കഥ പറഞ്ഞു നിർത്തി. അപ്പോഴാണ് ജോസ്മിയുടെ മുഖത്തെ ആ കള്ളച്ചിരി അവന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. നിങ്ങളിത് ആരോടാ ഇത്രയും നേരം തൊണ്ടകീറി കഥ പറഞ്ഞത്? ആ കുരുന്നുകൾ ഉറങ്ങിയത് കണ്ടില്ലേ? റോഷൻ തിരിഞ്ഞു നോക്കി. ശരിയാണ്, കഥയിലെ കൊടുങ്കാറ്റും ഭീകരജീവിയും ഒന്നും അറിയാതെ മക്കൾ 2 പേരും മടിയിൽ കിടന്ന് ഗാഠനിദ്രയിലാഴ്ന്നിരുന്നു. റോഷൻ ചമ്മലോടെ ഒന്ന് ചിരിച്ചു. ജോസ്മി വാത്സല്യത്തോടെ കുട്ടികളെ ഓരോരുത്തരെയായി കോരിയെടുത്ത് കിടപ്പുമുറിയിലേക്ക് നടന്നു. കുട്ടികളെ ഉറക്കി ലൈറ്റുകൾ അണച്ച് റോഷൻ തിരികെ ഹാളിലേക്ക് വരുമ്പോൾ അവിടെ ചാരുകസേരയിൽ അച്ഛൻ ജോസഫ് അവനെ കാത്തിരിപ്പുണ്ടായിരുന്നു. ചുളിവുകൾ വീണ അദ്ദേഹത്തിന്റെ മുഖത്ത് കൊച്ചുകുട്ടികളുടേതിന് സമാനമായ ഒരു കൗതുകം തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. നീ പറഞ്ഞു നിർത്തിയ ആ കഥയില്ലേ, ബാക്കി എന്തായി? എന്റെ അപ്പ, പണ്ടമ്മ ഞങ്ങളെ ചോറുണ്ണിക്കാൻ വേണ്ടി ഉണ്ടാക്കിപ്പറഞ്ഞ വെറും കഥകളല്ലേ? അതിന് വാലും തുമ്പുമൊന്നുമില്ല. എന്നാൽ ജോസഫ് വിടാൻ ഭാവമില്ലായിരുന്നു. അദ്ദേഹം ചാരിയിരുന്നിടത്തുനിന്ന് അല്പം മുന്നോട്ടാഞ്ഞു. കഥയാണെങ്കിലും കാര്യമാണെങ്കിലും നീ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ബാക്കി കൂടി കേൾക്കാതെ എനിക്കൊരു സമാധാനവുമില്ല. ആ ദ്വീപിൽ നിന്ന് രക്ഷപ്പെട്ട അവൻ പിന്നെ എങ്ങോട്ടാണ് പോയത്? അച്ഛന്റെ ആ ചോദ്യത്തിൽ വെറുമൊരു കൗതുകത്തിനപ്പുറം മറ്റെന്തോ ഉണ്ടെന്ന് റോഷന് തോന്നി. അപ്പന്റെ ഒരു വാശി. റോഷൻ തുടർന്നു.
കടലിന്റെയും മരണത്തിന്റെയും പിടിയിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ആ മനുഷ്യൻ ഒടുവിൽ ചെന്നുചേർന്നത് തോൺമിയർ എന്ന മനോഹരമായ ഒരു ഗ്രാമത്തിലായിരുന്നു. കാരുണ്യത്തിന്റെ ഉറവ വറ്റാത്ത നിഷ്കളങ്കരായ മനുഷ്യരുടെ നാട്. പേരും ഊരുമില്ലാതെ അവശനായി എത്തിയ അവനെ അവർ സംശയത്തോടെയല്ല നോക്കിയത്, മറിച്ച് തങ്ങളിൽ ഒരാളായി, ഒരു സഹോദരനായി അവർ അവനെ നെഞ്ചോട് ചേർത്തു. അവർ അവനൊരു പേരിട്ടു, തമൻ. ഭയമില്ലാതെ ഉറങ്ങാനും വിശപ്പില്ലാതെ ഉണരാനും തമൻ പഠിച്ചു. അവൻ അവിടെ സ്നേഹിക്കാൻ ഒരു കുടുംബവും വിശ്വസിക്കാൻ കുറെ നല്ല സുഹൃത്തുക്കളുമുണ്ടായി. സമാധാനത്തിന്റെ ആ നാളുകളിൽ രാത്രിയിലെ തീക്കുണ്ടത്തിന് ചുറ്റുമിരുന്ന് തമൻ തന്റെ പഴയകാലത്തെക്കുറിച്ച് പറയുമായിരുന്നു. ഡോൺവെയിലിലെ ഇരുണ്ട വനങ്ങളെക്കുറിച്ചും ക്രൂരനായ രാജാവിനെക്കുറിച്ചും ആരും കണ്ടിട്ടില്ലാത്ത സമ്പത്തിന്റെ കലവറയായ വെൽമോറയെക്കുറിച്ചും അവൻ വർണ്ണിച്ചു. ചിലർ അതൊക്കെ വെറും കെട്ടുകഥകളാണെന്ന് പറഞ്ഞ് അവനെ കളിയാക്കി ചിരിച്ചു. എന്നാൽ മറ്റു ചിലർ അവന്റെ വാക്കുകളിലെ വിറയലും കണ്ണുകളിലെ സത്യവും തിരിച്ചറിഞ്ഞ് അത് വിശ്വസിച്ചു. പക്ഷെ സന്തോഷം അധികകാലം നീണ്ടുനിന്നില്ല. വിധി വീണ്ടും വില്ലനായി അവതരിച്ചു. തോൺമിയറിനുമേൽ ശാപം പോലെ ഒരു കൊടിയ വരൾച്ച വന്നെത്തി. പച്ചവിരിച്ച വയലുകൾ കരിഞ്ഞുണങ്ങി, കിണറുകൾ പാതാളം വരെ വറ്റിവരണ്ടു. സമൃദ്ധമായിരുന്ന ഗ്രാമം പട്ടിണിയുടെ പിടിയിലായി. മരണത്തെ മുന്നിൽ കണ്ട ആ നിമിഷം തമന്റെ സുഹൃത്തുക്കൾ അവനെ സമീപിച്ചു. പ്രതീക്ഷയറ്റ ശബ്ദത്തിൽ അവർ പറഞ്ഞു, സുഹൃത്തുക്കളുടെ ശബ്ദം, തമൻ, നീ പറഞ്ഞ ആ നിധി, അത് സത്യമാണെങ്കിൽ ഈ ഗ്രാമത്തെ രക്ഷിക്കാൻ ഇനി അതല്ലാതെ വേറെ വഴിയില്ല. ആദ്യം തമൻ ഭയന്നു വിറച്ചു. താൻ കഷ്ടിച്ച് രക്ഷപ്പെട്ട ആ നരകത്തിലേക്ക് വീണ്ടും തിരിച്ചുപോവുകയോ? ആ ഭീകരയാത്രയുടെ ഓർമ്മകൾ പോലും അവനെ നടുക്കി. അവനത് ശക്തമായി എതിർത്തു. എന്നാൽ ചുറ്റുമുള്ള പിഞ്ചുകുഞ്ഞുങ്ങളുടെ കരച്ചിലും പട്ടിണി കിടന്ന് എല്ലുന്തിയ തന്റെ പ്രിയപ്പെട്ടവരുടെ മുഖങ്ങളും അവന്റെ മനം മാറ്റി. സ്വന്തം ഭയത്തേക്കാൾ വലുതാണ് അവരുടെ ജീവൻ എന്നവൻ തിരിച്ചറിഞ്ഞു. ഒടുവിൽ വലിയൊരു ലക്ഷ്യത്തിനായി അവൻ തീരുമാനമെടുത്തു. ഗ്രാമത്തിന്റെ പ്രതീക്ഷകൾ തോളിലേറ്റി തമനും അവന്റെ ധൈര്യശാലികളായ കൂട്ടുകാരും വെൽമോറയിലെ നിധി തേടി യാത്ര തിരിച്ചു. അതൊരു സാധാരണ യാത്രയായിരുന്നില്ല. മരണത്തിലേക്കോ ജീവിതത്തിലേക്കോ ഉള്ള ഒരു ചൂതാട്ടമായിരുന്നു. യാത്രയുടെ ആലസ്യങ്ങൾക്കൊടുവിൽ തമനും കൂട്ടുകാരും ഒടുവിൽ ആ ദ്വീപിൽ എത്തിച്ചേർന്നു. വർഷങ്ങൾ ഒരുപാട് കടന്നുപോയിരുന്നു. എങ്കിലും താൻ മുമ്പ് ഒറ്റപ്പെട്ടുപോയ അതേ മണ്ണാണിതെന്ന് തമന് ഉറപ്പായിരുന്നു. ദ്വീപിലെ ഓരോ നിമിഷവും ഭയം തളം കെട്ടിനിന്നു. തകർന്ന കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്താനായി അവർ ശ്രദ്ധയോടെ മുന്നോട്ട് നീങ്ങി. എന്നാൽ ആ ദ്വീപ് അതിന്റെ പേടിപ്പെടുത്തുന്ന രഹസ്യങ്ങൾ ഇപ്പോഴും സൂക്ഷിച്ചിരുന്നു. അവർ കപ്പൽ തകർന്നു വീണ ഭാഗത്തേക്ക് അടുക്കുന്തോറും കാടിന്റെ ഓരോ കോണിൽ നിന്നും ഭീകരമായ ശബ്ദങ്ങൾ ഉയർന്നു. രാജാവായ അലാറിക് ഡസ്ക്വെയിന്റെ കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ട് അവിടെ പെരുകിയ അതിഭീകരമായ ജീവികൾ. കണ്ണുകൾക്ക് പകരം തീജ്വാലകൾ ജ്വലിക്കുന്ന, ഇരുട്ടിന്റെ നിറമുള്ള കൂർത്ത പല്ലുകളും നഖങ്ങളുമുള്ള വലിയ കറുത്ത ചിറകുകളുള്ള ആ സത്വങ്ങൾ മരണത്തിന്റെ ദൂതന്മാരെപ്പോലെ അവരെ വളഞ്ഞു. തമന്റെ കൂട്ടുകാർക്ക് ചെറുത്തുനിൽക്കാൻ പോലും സമയം ലഭിച്ചില്ല. മൃഗീയമായ ആ ആക്രമണത്തിൽ അവർ ചിതറിപ്പോയി. ഭയന്നു നിലവിളിച്ചോടിയവർ ആഴമില്ലാത്ത ചതുപ്പുകളിലകപ്പെട്ട് നിലവിളി പോലും പുറത്തുവരാതെ അപ്രത്യക്ഷരായി. ആ ദ്വീപിന്റെ ഭീകരതയിൽ തമന്റെ സുഹൃത്തുക്കൾ ഓരോരുത്തരായി മരണത്തിന് കീഴടങ്ങി. അവരുടെ നിലവിളികൾ ആ വനത്തിന്റെ നിശബ്ദതയിൽ അലിഞ്ഞുചേർന്നു. ആ കൂട്ടക്കൊലക്കിടയിൽ വിധി വീണ്ടും ഒരു കൊടുങ്കാറ്റായി ആഞ്ഞുവീശി. ആകാശം ഇടിവെട്ടുകളാൽ പിളർന്നു. കടൽ കലിതുള്ളി. ഭയത്തിന്റെ പാരമ്യത്തിൽ തമൻ പിന്തിരിഞ്ഞോടി. കയ്യിലുണ്ടായിരുന്നവരെല്ലാം നഷ്ടപ്പെട്ട അവൻ എങ്ങനെയൊക്കെയോ വീണ്ടും ആ ഭീകരദ്വീപിൽ നിന്ന് രക്ഷപ്പെട്ടു. ജീവനും കൊണ്ടുള്ള ആ ഓട്ടത്തിനൊടുവിൽ അവൻ തിരികെ തോൺമിയറിലെത്തി. സംഭവിച്ച ദുരന്തങ്ങളെല്ലാം തണുത്തുവിറച്ച ശരീരത്തോടെ അവൻ ഗ്രാമീണരോട് പറഞ്ഞു. കൂട്ടുകാരുടെ ദാരുണമായ അന്ത്യം വിവരിച്ച് അവൻ കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചു, ആരും ഇനി ആ ദ്വീപിലേക്ക് പോകരുത്. കാലം കടന്നുപോയി. ഗ്രാമത്തിലെ പട്ടിണി മാറി. ജീവിതം സാധാരണ നിലയിലായി. തമൻ പിന്നീട് ഒരിക്കലും ആ നിധി തേടിപ്പോയില്ല. എന്നാൽ അവൻ പറഞ്ഞ കഥ എല്ലാവർക്കും പൂർണ്ണമായി വിശ്വസിക്കാനായില്ല. ആ നിധിയിലുള്ള ആർത്തി കാരണം തോൺമിയറിലുള്ളവരും മറ്റ് ഗ്രാമങ്ങളിലുള്ളവരും പലപ്പോഴായി ആ ദ്വീപിലേക്ക് യാത്രയായി. പക്ഷേ പോയവരാരും പിന്നീട് തിരിച്ചു വന്നില്ല. അങ്ങനെ ആ നിഗൂഢമായ ദ്വീപിന് ഒരു പേര് വീണു, മരണദ്വീപ്, ഐലൻഡ് ഓഫ് ഡെത്ത്. ഇന്നും ആ നിധി ആർക്കും അവിടെ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. റോഷൻ കഥ അവസാനിപ്പിച്ചു. അവൻ ജോസഫിനെ നോക്കി. റോഷൻ, ഇതാണ് കഥ. പോരേപ്പാ, പോയി ഉറങ്ങിക്കോ. ഞാനും കിടക്കാൻ പോകുകയാണ്. നാളെ രാവിലെ ഓഫീസിൽ പോകാനുള്ളതാ. നല്ല ക്ഷീണം. ജോസഫ് അനങ്ങാതെ റോഷന്റെ മുഖത്തേക്ക് കുറച്ചുനേരം നോക്കി. അവന്റെ വാക്കുകൾ അദ്ദേഹത്തിന്റെ ചെവിയിൽ മുഴങ്ങി. പക്ഷേ ജോസഫ് മറുപടിയൊന്നും പറഞ്ഞില്ല. അദ്ദേഹം പതുക്കെ കണ്ണുകളടച്ച് എന്തോ ആഴത്തിൽ ചിന്തിക്കുന്നതുപോലെ കാണപ്പെട്ടു.